ഹലോ, മാളു എവിടെ? ആ, ഡ്യൂട്ടി കഴിഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലുണ്ടാവും. താങ്ക് യു. ഡ്രസ്സിംഗ് റൂം. ദൈവമേ, ആരും വരല്ലേ. മാളു ചക്കരക്കുട്ടി. അയ്യോ സോറി, മാളു വന്ന് കരുതിയിട്ടാ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? മാളു, നീ ഡ്രസ്സിംഗ് റൂമിലുണ്ടെന്ന് കരുതി ഞാൻ അതിനകത്ത് നിന്ന് കയറി. ഞാനില്ലാന്ന് അറിഞ്ഞോണ്ട് കയറിയതല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ സ്വഭാവം എനിക്ക് അറിയില്ലേ. പിന്നെ ഇന്ന് വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ? ഒരു കിടിലം പർച്ചേസ് ഉണ്ട് എന്റെ വക. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ലേ? ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാ മതി. എനിക്ക് കൊറിയർ ഓഫീസിലെത്താൻ സമയമായി. ഓക്കെ, ബൈ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, കല്യാണം കഴിയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മാവന്റെ മകളാ കെട്ടാൻ പോകുന്നേ ഉള്ളൂ. മോനെ, ഒരു ഉപദേശം തരാം. എന്താ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ. അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതി. എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ. ദേ, എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. ശരി, പോടോ അസൂയക്കളവാ. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ഓ, ഇവിടെ ഇല്ലപ്പോ. വീട് വൃത്തിയാക്കിയ വകയില്ലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്? മറ്റതേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ, അത്രേ ഉള്ളൂ. നിനക്കൊന്നും കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ, അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ? അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്ക പൊക്ക. അമ്പാളെ, എന്തൊരു ബഹളായിരുന്നല്ലോ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തടാ കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ അതെന്താ ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എങ്ങനെ വീർത്തതടി പുറത്തി, എങ്ങനെ വീർത്തതടി. എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ടോ നിങ്ങള്? ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന ചെല്ലടാ. ആഹാ, വന്നോ? എനിക്ക് കളി കഴിഞ്ഞ് വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അടിച്ചു വെച്ചുകൂടാ. എന്തിന്? പത്താള് കാണട്ടെ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ.
ഇതൊരു കലയല്ലേ തമ്പുരു. എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. ആ അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറേ ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ദാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതൽ ഇട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, ഓ. എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. റേഷൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഓ, മാറ് മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, നീ ഇതിലൂടെ പോയിക്കോടെ. മാറത് എങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? മാറി നിൽക്ക്. അയ്യോ, നീ പോയിക്കോന്ന്. വയറ് തള്ളി പിടിച്ചു. എന്തിയടാ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? ആ, അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണാണ്. നാണെങ്കിൽ നിനക്ക് നാണോ? ആ. നിന്റെ നാണം ഞാനിന്ന് എന്ത് ചെയ്യൂന്ന് ഓർത്തു നോക്കി. അതെ, വെങ്കി ഇവിടെ നിൽക്കണം. ഞാൻ ഊരില്ല. പോ, പുറത്തേക്ക് പോ. പുറത്തേക്ക് പോന്ന്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലണം. എന്തൊരു ചൂടാണ്. ഓ, എന്തൊരു സുഖം. അയ്യേ, എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇച്ചിരി കാറ്റ് കയറട്ടാ. നാണമാകുന്നു, മേനി നോകുന്നു, നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ഇതെവിടെ പോയത്?